ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം, സോറി ഫോർ ദാറ്റ്. CMF ബൈ നത്തിങ്, CMF ഫോൺ 1 കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഈ വീഡിയോ ഞാൻ ഇടണോ വേണ്ടിയോ എന്ന് വിചാരിച്ചിരുന്നു, കാരണം ഞാൻ കുറച്ച് ലേറ്റാണ്. പക്ഷേ ഇത് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. 6128-ന് 16,000 രൂപയും 8128-ന് 18,000 രൂപയും. പെട്ടിയുടെ അകത്ത് ചാർജർ കിട്ടുന്നുമില്ല, ആൻഡ് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ബോക്സ് ആൻഡ് പ്രൈസിങ് അതാണ് വരുന്നത്. ആൻഡ് 33 വാട്ട്സിൻ്റെ ചാർജർ വാങ്ങാൻ എന്തായാലും ഏകദേശം 1000 രൂപേൻ്റെ അടുത്ത് ചിലവാകും. ആൻഡ് ഇതിന് പല പല പ്രത്യേകതകളുണ്ട്. ബാക്കൊക്കെ അഴിച്ചു മാറ്റി ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അതിലൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു ഫോണാണെന്നാണ് ഞാൻ പറയുക. സോ വീഡിയോ അവസാനം വരെ കാണുക. എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ചെറിയ വീഡിയോ ആയിരിക്കും, പരമാവധി ചെറുതാക്കാൻ നോക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ, ഞാനാണ് അമർനാഥ്. കൂടെ ടൈം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഡിസൈൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് ബാക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റിമൂവബിൾ ആയിട്ടുള്ളൊരു ബാക്കാണ്. അതായത് നിങ്ങൾക്ക് സ്ക്രൂ ഒക്കെ വെച്ച് അഴിച്ച് നിങ്ങൾക്ക് വേറൊരു ബാക്ക് പിടിപ്പിക്കാൻ പറ്റും. 2-3 കളർ വേരിയൻസിലൊക്കെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ കളറ് മാറ്റി നിങ്ങൾക്ക് വെക്കാൻ പറ്റും. നിങ്ങളൊരു 6 മാസം കഴിഞ്ഞ് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് കളറ് മാറ്റി വെക്കണം, നിങ്ങൾക്ക് ബാക്ക് മാറ്റി വെക്കാൻ പറ്റും. ഒറ്റൊരു കാര്യം, നിങ്ങൾ ആ പുതിയൊരു ബാക്ക് പാനൽ വേറൊരു ബാക്ക് പാനൽ കളറ് മാറ്റി വെക്കണമെങ്കിൽ 1500 രൂപ കൊടുക്കണം. അത് കൊടുത്തിട്ട് നിങ്ങൾ വെക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പിന്നെ പല ചാനലുകളും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോസ് ഇടുമല്ലോ കമ്പനി ഫോൺ കൊടുത്തിട്ട്, അവരെല്ലാവരും ഇതാണ് ഒരു അരമണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല, കാരണം ഇത് വലിയൊരു സംഭവമൊന്നും അല്ല. സംഭവം നല്ല കാര്യം ശരിയാണ്, ബാക്ക് അഴിച്ച് മാറ്റി പുതിയത് വെക്കാൻ പറ്റും, നല്ല കാര്യം. പക്ഷെ ഇത്രയും പൊക്കി അടിക്കാൻ മാത്രം എന്താണുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. കാരണം നിങ്ങൾ ബാക്ക് അഴിച്ച് വെക്കുകയാണെങ്കിൽ വാറണ്ടി വോയിഡ് ആയിപ്പോൾ എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഈ ബാക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം വെക്കുന്നതിൽ എന്താ കാര്യം, നമ്മളൊരു ഫോൺ വാങ്ങിയിട്ട് അത് 1 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ആ 1 വർഷം ഫോൺ വാറണ്ടി കിട്ടുമെങ്കിൽ അത് നിങ്ങളൊരു കൗതുകത്തിന് മാറ്റി വെക്കാനുള്ളൊരു ഫീച്ചർ അവിടെ ഉണ്ടെങ്കിൽ, ബാക്ക് മാറ്റി വെക്കാനുള്ള, അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാറണ്ടി വോയിഡായി പോകുമെന്നാണെങ്കിൽ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്ക് മാറ്റി വെക്കാൻ പറ്റും, എന്നാൽ ആ ഒരു ബാറ്ററി റിമൂവബിൾ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. അതും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3 കൊല്ലം കഴിഞ്ഞ് നമുക്കൊരു പുതിയ ബാറ്ററി വാങ്ങിയിട്ടാൽ പഴയ ഫോണുകൾ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് കുറച്ചുകൂടി കാലം ഉപയോഗിക്കാൻ പറ്റിയേനെ. പക്ഷെ ഇതും അവർ സമ്മതിക്കില്ല. പിന്നെ ബ്ലാക്ക്, ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച്, ഇങ്ങനെ 4 കളർ വേരിയൻസിലാണ് വരുന്നത്. കാണാൻ രസമുണ്ട്, അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ബാക്കിൽ നമുക്ക് മെറ്റലായിട്ട് തോന്നുമെങ്കിലും അതൊരു പ്ലാസ്റ്റിക് ബാക്കാണ്, മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഫ്രെയിംസ് നിങ്ങൾക്ക് മെറ്റൽ ഫ്രെയിംസ് ആണ് കിട്ടുന്നത്, നല്ല കാര്യം. ആൻഡ് ക്യാമറ ഹൗസിങ്ങും നിങ്ങൾക്ക് മെറ്റലാണ് കിട്ടുന്നത്. പിന്നെ 200 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്, പക്ഷെ അത്ര ഹെവി ആയിട്ട് തോന്നുന്നില്ല എന്നാണ് ആൾക്കാരത് പറയുന്നത്. ആൻഡ് 9 mm ആണ് തിക്നെസ് വരുന്നത്, 200 ഗ്രാം വെയിറ്റ്. ആൻഡ് ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് കിട്ടുന്നത്. ഒന്നെങ്കിൽ 2 സിം കാർഡ്, അല്ലെങ്കിൽ 1 സിം കാർഡും 1 മെമ്മറി കാർഡും. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നില്ല. IP52-ൻ്റെ അല്ലെങ്കിൽ IP52-ൻ്റെ ഒരു സ്പ്ലാഷ് പ്രൂഫ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഡിസൈൻ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ തന്നെ 3 മിനിറ്റായി എനിക്കറിയാം. ആൻഡ് നമുക്ക് ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. കുറച്ച് ബെസൽസ് കുറച്ച് തിക്കറായിപ്പോയി, പ്രത്യേകിച്ച് ആ ചിഹ്നിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടി തിന്നാക്കാൻ വരുന്നത്. പക്ഷേ 15,000 രൂപ പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. LTPS പാനലാണ്. നിങ്ങൾക്ക് 90 Hz, 60 Hz, 90 Hz, 120 Hz ആയിട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സോ 120 Hzൻ്റെയാണ് മാക്സിമം റിഫ്രഷ് റേറ്റും. 960 Hzൻ്റെ PWM ഡിമിങ്ങിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. HDR10+ വൈഡ് വൈൻ N1 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ ആണ് ഓവറോൾ നോക്കുമ്പോൾ. പക്ഷെ അവരവിടെ ഒറ്റൊരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ അവർക്ക്. എല്ലാ ഡിസ്പ്ലേ പക്കയായിരുന്നു, പക്ഷേ അവർ മോണോ സ്പീക്കേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവർ കൊടുത്തിട്ടില്ല. അത് വളരെ മോശമായിപ്പോയി. കാരണം അത് മാത്രം കൊടുത്തിരുന്നെങ്കിൽ ഈ ഫോണിനെ കുറിച്ചുള്ളൊരു മുഖച്ചായ എനിക്ക് മാറിയേനെ. കാരണം 18,000 രൂപയുണ്ട്, അതിനവരത് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് Dimensity 7300 5G ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ. ഇത് 7200-ൻ്റെ സക്സസറാണെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് 7050-ൻ്റെ സെയിം ചിപ്സെറ്റാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലോക്ക് സ്പീഡ് കൂട്ടി ചിപ്സെറ്റാണ്. അതും ഏതോ ഒരു 1200 1300 ഏതോ ഒന്ന് റീബ്രാൻഡ് ചെയ്തിറക്കിയ ചിപ്സെറ്റാണ്. ഏത് 7050, അതിൻ്റെ റീബ്രാൻഡാണ് ഈ ചിപ്സെറ്റ്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു ചിപ്സെറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് സംഭവം ഒരു ഗിമ്മിക്കാണ് കാണിക്കുന്നതെങ്കിലും ചിപ്സെറ്റ് വലിയ കുഴപ്പമില്ല. അതായത് 6,80,000 പുറത്തൻ്റെ ഒരു സ്കോർ വരുന്നുണ്ട്. LPDDR4X UFS 2.2 വരുന്നുണ്ട്. പിന്നെ 40 FPS 60 FPS ഗെയിമിംഗ് ഒക്കെ പറ്റുന്നുണ്ട്. 40 FPS ആണെങ്കിൽ സ്മൂത്ത് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. 60 FPS വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഈ പെർഫോമൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം കോമ്പറ്റീറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് അവർ കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ടും കൂടിയാണ് ഞാൻ പറഞ്ഞത് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ഫോണെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ 5000 mAh ബാറ്ററി, 33 വാട്ട്സിൻ്റെ ചാർജിങ്ങാണ് നമ്മൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അപ്പം ബാറ്ററിയും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 33 വാട്ട് ഈസ് കൈൻഡ് കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ പെട്ടിയുടെ അകത്ത് ചാർജർ ഇല്ലാത്തതൊരു വളരെ മോശപ്പെട്ടൊരു പരിപാടിയാണ്. കാരണം 15000 രൂപയ്ക്കൊന്നും അവരത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലോട്ട്വെയർ കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ളൊരു OS ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് നത്തിങ് OS ആണ്. നിങ്ങൾക്കറിയാം നത്തിങ് OS 2.6 ആണ് വരുന്നത്. ബേസ്ഡ് Android 14 ആണ്. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരുടേതായ വിഡ്ജറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ChatGPT ഇൻറ്റഗ്രേഷൻ കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. സോ കുറച്ച് ബഗ് ലാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിറ്ററും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞ് കേട്ടത്. പക്ഷേ അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചാൽ അത് ചിലപ്പോൾ ഒരു അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്യും. കാരണം 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. സോ സോഫ്റ്റ്വെയർ വൈസ് ഈ ഫോണും കുറച്ച് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫേസ് അൺലോക്ക്, IP52 സ്പ്ലാഷ് പ്രൂഫ്, Wi-Fi 6, ബ്ലൂടൂത്ത് വെർഷൻ 5.3, 9 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. വോയിസ് ഓവർ ന്യൂ റേഡിയോ, അതായത് 5Gയിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. മറ്റേ പാർട്ടിക്കും കൂടി 5G കോളിംഗ് ഫീച്ചർ വരുന്നുണ്ടെങ്കിൽ എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 50 MP ഒരു പ്രൈമറി ക്യാമറ, അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെയോ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെയോ സപ്പോർട്ട് വരുന്നില്ല. അത് ഏത് സെൻസറാണെന്ന് പറഞ്ഞിട്ടില്ല. അത് സോണി ആണോ, LYT ആണോ, IMX ആണോ, അല്ലെങ്കിൽ ഒമ്നിവിഷൻ ആണോ, ഒരു ഐഡിയ ഇല്ല. ആൻഡ് 4K ആയിട്ട് 30 FPS അല്ലെ സാംസങ്ങിൻ്റെ സെൻസറെങ്കിലും കൊടുത്താൽ മതിയിരുന്നു. അവർ ഏതാ സെൻസർ കൊടുത്ത്, പക്ഷേ സെൻസർ നല്ലതാണ്, അത് ഞാൻ പറയാം. പിന്നെ ഒരു 2 MP ഒരു ഡെപ്ത് പോലെ പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. ഒരാവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞു. ഒരു സിംഗിൾ ക്യാമറ കൊടുത്താൽ അതിനൊരു അന്തസ്സുണ്ട്, വെറുതെ 2 ക്യാമറ കൊടുക്കാണ്ട്. 2x ലോസ്ലെസ് സൂമാണ്, അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, അതാണ് സംഭവം. 16 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. നിങ്ങൾക്ക് ബാക്കിൽ 4K 30 FPS വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 1080p ക്യാപ്ഡ് ആണ് സാഡ്ലി. പക്ഷേ 4K 30 FPS ബാക്കിലെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, അതെങ്കിലും നല്ല കാര്യം. ഇനി ഓവറോൾ ക്യാമറയെ കുറിച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യാമറയാണ്. അതായത് ക്യാമറ സാമ്പിൾസ് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡേ ലൈറ്റിലൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഈ 15000 16000 ആ ഒരു റേഞ്ചിൽ നോക്കുകയാണ്, നമ്മൾ കൺക്ലൂഷനിലേക്ക് കയറി ആ ഒരു റേഞ്ചിൽ നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റുകളെ പറയാനുള്ളൂ. ഇതിൽ ഡ്രോബാക്കുകളായിട്ട് പറയാനുള്ളത്, ഒന്ന് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുക്കാമായിരുന്നു. മോണോ സ്പീക്കേഴ്സ് കൊടുത്തത് വളരെയധികം മോശപ്പെട്ടൊരു പരിപാടിയായിപ്പോയി. പിന്നെ ഉള്ളത് ആ ഒരു ബെസൽസ് കുറച്ച് ചെറുതാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അങ്ങനെയാണ് ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിരുന്നു ഞാൻ. പിന്നെ ചിപ്സെറ്റ് എനിക്ക് അത്ര അങ്ങോട്ട് കുറ്റം പറയാനൊന്നുമില്ല. സംഭവം ഒരു തെണ്ടിത്തരാണ് കാണിക്കുന്നതെങ്കിൽ, അതായത് റീബ്രാൻഡിങ് അത് മീഡിയ ടെക്കിൻ്റെ ഭാഗത്തുകൊണ്ട് ആണ് കാണിക്കുന്നതെങ്കിലും, പക്ഷേ ചിപ്സെറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ചെയ്യാമായിരുന്നു, ഞാൻ പറഞ്ഞു ക്യാമറേൻ്റെ സെൻസർ സ്പെസിഫൈ ചെയ്ത് വോയിസും കൂടിയൊക്കെ ഒന്ന് കൊടുത്ത് അൾട്രാവൈഡും കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരു 20 ഇറക്കിയാലും ഒരു മാന്യത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അൾട്രാവൈഡ് കൊടുക്കണമെന്നില്ല, അത്യാവശ്യം നല്ലൊരു സെൻസർ കൊടുത്തിരുന്നെങ്കിൽ 15 പക്കാ ഫോണായാലേ. പിന്നെ ഇതിൽ 20 വരുന്നുണ്ട് നമ്മൾ ചാർജർ, അതാണ് അടുത്തത്. ചാർജറെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇതിലും ഭേദാ വരുന്നത്. എന്തെന്നാ അത് വല്ലാത്ത മോശമായി. പക്ഷേ എങ്കിലും വലിയ കുഴപ്പമില്ല. പിന്നെ ബാക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡിഫറെൻ്റാണ്, നത്തിങ് കുറച്ച് ഡിഫറെൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ വാറണ്ടി വോയിഡ് ആകുന്നൊരു ഇഷ്യൂ നമ്മൾ CMF എടുക്കുന്നുണ്ടെങ്കിൽ അത് CMFൻ്റെ ഒഫീഷ്യൽസായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കേണ്ടി വരും. കാരണം അത് എനിക്ക് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രമാത്രം കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. സപ്പോർട്ട് മീ. അത്യാവശ്യം കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം സമയം 12 മണിയായിട്ടുണ്ട് രാത്രി. അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂടുതൽ വീഡിയോസിന് വേണ്ടി ആ ഒരു ശീലത്തിൻ്റെ സ്വാധീനത്തിൽ അങ്ങ് പോയി പോകുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം, അടുത്തൊരു നല്ല വീഡിയോ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.